theborderofamind.com അജ്മലിൻ്റെ ഈ വെബ്സൈറ്റിലെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ കമന്ററി സീരീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ദ ബോർഡർ ഓഫ് എ മൈൻഡ് എന്ന അദ്ദേഹത്തിൻ്റെ ബ്ലോഗിൻ്റെ ആ ഒരു പ്രത്യേകതയെക്കുറിച്ചും പിന്നെ ഒന്നിലധികം കഴിവുകൾ അതിനെ സ്വീകരിക്കുന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയത്തെക്കുറിച്ചുമാണ്. അജ്മലിൻ്റെ ദ ബോർഡർ ഓഫ് എ മൈൻഡ് ഇതൊരു സാധാരണ ബ്ലോഗ് എന്നതിനേക്കാൾ വർഷങ്ങളായിട്ട് അദ്ദേഹം ഇങ്ങനെ ശ്രദ്ധയോടെ നോക്കിവരുന്ന ഒരു പേഴ്സണൽ ഡിജിറ്റൽ സ്പേസ്, അങ്ങനെയാണത് കാണപ്പെടുന്നതല്ലേ? അതെ, തീർച്ചയായും. അദ്ദേഹത്തിന്റെ ചിന്തകൾ, അതുപോലെ കാഴ്ചപ്പാടുകൾ, അനുഭവങ്ങൾ അതൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണത് വന്നിരിക്കുന്നത്. എഴുത്തു മാത്രമല്ല, കലയുണ്ട്, പിന്നെ ദൃശ്യങ്ങൾ, അങ്ങനെ പല മീഡിയംസ് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. എന്താ പറയാ, നമ്മളിലെ ആ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു അത്ഭുതം, അതിനെയൊക്കെ ഒന്ന് ഉണർത്താൻ പറ്റുന്ന ഒരിടം, അതാണ് ലക്ഷ്യം. അതിന്റെ ഉള്ളടക്കം നോക്കിയാൽ ഈ മൈൻഡ്ഫുൾനെസ്, പിന്നെ പേഴ്സണൽ ഗ്രോത്ത്, പാഷൻ എങ്ങനെ കണ്ടെത്താം, ഡെയിലി ലൈഫിലെ ചെറിയ കാര്യങ്ങളിലെ ഭംഗി, ഇങ്ങനെയുള്ള വിഷയങ്ങൾ കാണാം. ശരിയാണ്. കല, ജീവിതം, പിന്നെ സ്വയം കണ്ടെത്തൽ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിന്റെ റിഫ്ലക്ഷൻസ്, അതിൻ്റെ ഒരു ക്യാൻവാസ് എന്ന് തന്നെ നമുക്ക് പറയാം. അതിന് അദ്ദേഹം നല്ല ഭംഗിയുള്ള എഴുത്തും പിന്നെ നല്ല ആകർഷകമായ ചിത്രങ്ങളും വിഷ്വൽസും ഒക്കെ അതെല്ലാം കൂടി ചേർത്താണ് അവതരിപ്പിക്കുന്നത്. വെറുതെ ഇൻഫർമേഷൻ തരുന്നതിനേക്കാളും ഒരു എക്സ്പീരിയൻസ് കൊടുക്കാനാണ് ശ്രമം. ഈ ബ്ലോഗിലെ എടുത്തു പറയേണ്ട ഒരു ആശയം ഈ അടുത്ത് ജൂൺ 2024 വന്ന പോസ്റ്റിലാണ് കണ്ടത്. മൾട്ടി പൊട്ടൻഷ്യാലിറ്റി, അതായത് ഒരൊറ്റ കാര്യത്തിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്താലേ വലിയ വിജയം കിട്ടൂ എന്നൊരു ധാരണയുണ്ടല്ലോ, അതിനെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിലേക്ക് കുറച്ചുകൂടി വിശദമായി നോക്കാം. അതെ, അവിടെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ലിയോണാർഡോ ഡാവിഞ്ചിയെ പോലെയുള്ളവര് അവര് കലയും ശാസ്ത്രവും ഒരുമിച്ച് കൊണ്ടുപോയില്ലേ. അങ്ങനെയുള്ള പോളിമാത്സിനെ ഉദാഹരണമായി എടുത്തുകൊണ്ട് പല താല്പര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് ക്രിയേറ്റിവിറ്റി ശരിക്കും വളരുന്നത് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. പ്രകൃതിയുടെ ഒരു സങ്കീർണതയും അദ്ദേഹം ഇതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. അതായത് വ്യത്യസ്ത കാര്യങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് പുതിയ ഇന്നൊവേഷൻസ് ഒക്കെ ഉണ്ടാകുന്നത് എന്ന്. ഇവിടെയാണ് ഇത് കുറച്ചുകൂടി രസകരമാവുന്നത്. പല ഏരിയകളിലുള്ള അറിവും സ്കിൽസും നേടുന്നത് ലോകത്തെക്കുറിച്ച് കുറച്ചുകൂടി ഒരു ഹോളിസ്റ്റിക് വ്യൂ, ഒരു സമഗ്രമായ കാഴ്ചപ്പാടുണ്ടാക്കാൻ സഹായിക്കും എന്നും അദ്ദേഹം കരുതുന്നു. ഇതിനൊരു വലിയ ചിത്രത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മൾട്ടി പൊട്ടൻഷ്യാലിറ്റി എന്ന ആശയം പറയുന്നത് വിഷയങ്ങൾ തമ്മിലുള്ള ആ ഒരു അതിർവരമ്പുകളുണ്ടല്ലോ, എന്തിന് ജോലിയും ഹോബിയും തമ്മിലുള്ള അതിരുകൾ പോലും, അതൊക്കെ ഒന്ന് മായ്ക്കുന്നത് പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് ചിലപ്പോൾ വഴിയൊരുക്കും എന്നാണ്. ചിലർ പറയുന്ന പോലെ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ എന്ന രീതിയിലല്ല, മറിച്ച് ഈ വ്യത്യസ്ത മേഖലകളെ കണക്ട് ചെയ്ത് പുതിയ ഇൻസൈറ്റ്സ് ഉണ്ടാക്കാനുള്ളൊരു ശ്രമമായിട്ടാണ് അജ്മൽ ഇതിനെ കാണുന്നത്. ആ പുതിയ ബന്ധങ്ങൾ കണ്ടെത്തുക, അതാണ് പ്രധാനം. അപ്പോ ഇതെല്ലാം ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എന്താണ് നൽകുന്നത്? ഒരുപക്ഷെ ഏതെങ്കിലും ഒരൊറ്റ വഴി മാത്രം തിരഞ്ഞെടുക്കണം എന്നൊരു സോഷ്യൽ പ്രഷർ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ഒന്നുകൂടി ആലോചിക്കാൻ ഒരു പ്രചോദനമാവാം ഇത്. നിങ്ങളുടെ പലതരത്തിലുള്ള ഇൻട്രസ്റ്റുകൾ, ക്യൂരിയോസിറ്റികൾ, അതിനെയൊക്കെ വിലമതിക്കാനും അതിനെ വളർത്താനും ഇതൊരു പ്രോത്സാഹനമാണ്. അജ്മൽ അദ്ദേഹത്തിന്റെ ബ്ലോഗിനെ തന്നെ ഇതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് പറയുന്നത്. ചിന്തകൾ, കല, മറ്റ് എക്സ്പ്രഷൻസ്, ഇതെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ ഒരു പുതിയൊരു സംവാദമുണ്ടാവുന്നു. ദി ബോർഡർ ഓഫ് എ മൈൻഡിന് അജ്മൽ ഒരു സങ്കേതം, ഒരു സാങ്ച്വറി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കുറച്ചൊന്ന് ചിന്തിക്കാനും മെഡിറ്റേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആ ദൈനംദിന തിരക്കുകളിൽ നിന്നൊന്നും മാറി നിൽക്കാനോ ഒക്കെ പറ്റിയ ഒരിടം. ഇത് നിങ്ങൾക്ക് ഇൻസ്പിറേഷനും ഒരുതരം ആർട്ടിസ്റ്റിക് കണക്ഷനും നൽകുമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷ. അദ്ദേഹത്തിന്റെ ഈ ലോകം അത് കൂടുതൽ അടുത്തറിയാൻ അദ്ദേഹം എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നുമുണ്ട്. അപ്പോ അജ്മലിന്റെ ഈ തനതായ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാനും അദ്ദേഹത്തിന്റെ എഴുത്തുകൾ, കല, ചിന്തകൾ അതൊക്കെ നേരിട്ട് മനസ്സിലാക്കാനും theborderofamind.com സന്ദർശിക്കാൻ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. അവിടെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ചുള്ള കുറിപ്പുകൾ, ചിത്രീകരണങ്ങൾ, പിന്നെ അദ്ദേഹത്തിന്റെ ചിന്തകളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള പോഡ്കാസ്റ്റുകൾ, അങ്ങനെ പലതിലേക്കുമുള്ള ലിങ്കുകൾ നിങ്ങൾക്ക് കാണാം. അജ്മലിന്റെ ഈ വർക്കുകളെക്കുറിച്ചുള്ള നമ്മുടെ കമന്ററി സീരീസിൽ ഇനിയും ചർച്ചകൾ ഉണ്ടാകും. അതിനായി കാത്തിരിക്കുക. നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ വേണ്ടി ഒരു ചോദ്യം കൂടി തന്നു നിർത്താം. അജ്മൽ പറയുന്ന പോലെ ഒരു ബന്ധവുമില്ലെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ജീനിയസ് ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ അങ്ങനെ കണക്ഷൻ ഇല്ലെന്ന് കരുതുന്ന ഏതൊക്കെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഹോബികൾ അതൊക്കെ ആവാം
ഒരുപക്ഷേ നിങ്ങളുടെ അടുത്ത വലിയൊരു മുന്നേറ്റത്തിനുള്ള താപ്പോല്. ഒന്ന് ചിന്തിച്ചു നോക്കൂ.